അപ്പം തുടങ്ങാം. മാഷാ എല്ലാവരുടെ ഫാത്തിഹ കേട്ടു. അപ്പോൾ ഇതിൽ രണ്ട് കാര്യങ്ങളാണ് ഇനി ശ്രദ്ധിക്കാനുള്ളത്. ഫാത്തിഹ ഒരു ഇത് നോക്കി ഓതുമ്പം കുറേ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ശ്രദ്ധിക്കുന്നുണ്ട്. ഓരോരുത്തരും തെറ്റെന്താണെന്നുള്ളത് അവർക്ക് തന്നെ അറിയാം. പല ആൾക്കാരും ഖുർആനിൽ വരയിട്ടിട്ടുണ്ട്. വരയിടാത്ത ആൾക്കാർ എന്ത് ചെയ്യുക, അവർക്ക് തെറ്റ് വരുന്ന ഭാഗങ്ങൾ വരയിടുക. അത് നമുക്ക് റെഡിയാക്കി എടുക്കണം, പ്രശ്നമൊന്നുമില്ല. മലപ്പുറം അത് ഴായാണ് മലപ്പുറംകാർക്ക് പ്രശ്നം, ഒരൊറ്റ അക്ഷരം. ഷായൊന്നും പ്രശ്നമല്ല, ഴാ പ്രശ്നമാണ്. അത് നമുക്ക് പ്രശ്നം അത് നമുക്ക് വരുന്നില്ലല്ലോ ഖുർആനിൽ. പിന്നെ അപ്പോൾ രണ്ട് കാര്യം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞല്ലോ. ഒന്ന്, ഇത്രയും നേരം ഇപ്പോൾ ഓതിയത് പല ആൾക്കാരും കണ്ടിട്ടാണ് ഓതിയത്. ഖുർആൻ ഫാത്തിഹ കണ്ടാണ് ഓതിയത്, അപ്പോഴാണ് വരയിടുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നത്. ഇനി അത് കാണാതെ ഓതണം. കാണാതെ ഓതുമ്പോഴും ഈ തെറ്റില്ലാത്ത രീതിയിലാവണം. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ കാര്യം അതാണ്. രണ്ടാമത്തെ കാര്യം എന്താ, ഇപ്പം ഇനി ഓത്തിൻ്റെ ശൈലി. ഇപ്പോൾ ചില ആൾക്കാർ ഓതുമ്പോൾ നല്ല ശൈലിയാണ്. അത് ഞാൻ മനസ്സിലാക്കുന്നവർ ഖുർആൻ കൂടുതലായിട്ട് കേൾക്കുന്നുണ്ടാവും യൂട്യൂബിൽ മറ്റുമൊക്കെ. അപ്പോൾ നമുക്ക് ആപ്റ്റായിട്ടുള്ള നല്ല ശൈലി ഏതാണോ അങ്ങനത്തെ കാര്യങ്ങളുടെ എന്ത് ചെയ്യുക, ഖുർആൻ കേട്ട് ശൈലി വരുത്തുക. ഈ രണ്ട് കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഇനി ഫാത്തിഹ ശ്രദ്ധിക്കുക. ഇനി അടുത്ത ആഴ്ച വരുമ്പോൾ ഇതേപോലെ തന്നെ ഓതിപ്പിക്കുക എല്ലാവരും കൊണ്ട് ഫാത്തിഹ. അപ്പോൾ ഇൻഷാ അല്ലാഹ് കാണാതെ ഓതണം, ഖുർആനിൽ നോക്കാതെ. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച വഖഫിൻ്റെ നിയമങ്ങൾ എടുത്തിരുന്നു. അതിൻ്റെ പൂർത്തീകരണം നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പം ചെയ്യാം. എത്ര നിയമം നമ്മൾ എടുത്തിരുന്നത് വഖഫിൻ്റെ നിയമങ്ങളിൽ? 2 or 3 എണ്ണം. 3 നിയമങ്ങളാണ് എടുത്തിരുന്നത് വഖഫുമായിട്ട് ബന്ധപ്പെട്ട്, അല്ലേ? ഒന്ന് പറഞ്ഞു നോക്കിയാൽ ഏതൊക്കെയാ നിയമങ്ങൾ? ഒന്നാമത്തെ നിയമം, നിർത്താൻ ഉദ്ദേശിക്കുന്ന വാക്കിൻ്റെ, നോട്ട് വായിച്ചോളി, നോട്ട് എടുത്തോളി. നിർത്താൻ ഉദ്ദേശിക്കുന്ന വാക്കിൻ്റെ അവസാനത്തെ അക്ഷരത്തിലാണ് നിർത്തേണ്ടത്. എവിടെ നിർത്താൻ പാടില്ല? വാക്കിൻ്റെ ഇടയിൽ കയറി നിർത്താൻ പാടില്ല. 2, നിർത്താൻ ഉദ്ദേശിക്കുന്ന വാക്കിൻ്റെ അവസാനത്തെ അക്ഷരത്തിന് ഇരട്ട ഫതഹ്, പിന്നെ വേണമെങ്കിൽ അഡീഷണലായിട്ട് ഒന്നുകൂടി ചേർക്കാം, നീട്ട് ഫതഹ്. അത് നമ്മൾ എഴുതിയിട്ടില്ല എന്നേ ഉള്ളൂ. നീട്ട് ഫതഹ്, ഈ 2 ഹർക്കത്തുകളൊക്കെ ബാക്കി ഏത് ഹർക്കത്താണെങ്കിലും എന്ത് ചെയ്യണം, ഒഴിവാക്കി സുക്കൂൻ കൊടുത്തിട്ട് വഖഫ് ചെയ്യണം. ഏതല്ല, നസ്തഈൻ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, എല്ലായിടത്തും തന്നെ. മാലിക് യൗമിദ്ദീൻ എന്നിടത്ത് മാലിക് യൗമിദ്ദീൻ. അത് ഒരുവിധം എല്ലാ സ്ഥലത്തും അതായതുകൊണ്ട് നമ്മൾ ഉദാഹരണം എഴുതാത്തത്. ഓക്കെ, ഇനി മൂന്നാമത്തെ നിയമം എന്തായിരുന്നു? നിർത്താൻ ഉദ്ദേശിക്കുന്ന വാക്കിൻ്റെ അവസാനത്തെ അക്ഷരത്തിന് ഇരട്ട ഫതഹാണെങ്കിൽ ഒരലിഫിൻ്റെ അളവ്, ഇതെന്താ ആരും വായിക്കാത്തെന്താ? ഒരലിഫിൻ്റെ അളവ് നീട്ടി വായിക്കണം. നിങ്ങൾ എഴുതിയിട്ടില്ലേ നോട്ട്? അങ്ങനത്തെ വായിക്കാത്ത എന്നിട്ട് ഉറക്കനെ വായിക്കണം. ഇനി വഖഫിൻ്റെ നിയമങ്ങളിൽ 4ാമത്താണ് എഴുതാൻ പോകുന്നത്. മൂന്നെണ്ണം കഴിഞ്ഞു. 4ാമത്തെ എന്താണ്? അറബിയിൽ 2 തരത്തിൽ തായുണ്ട്. അറബിയിൽ 2 തരം തായുണ്ട്. ഒന്നെന്താ, ഈ സാദാ ത, അല്ലേ? സാദാ ത, ഇത് തോണി രൂപത്തിലുള്ള താ എന്നൊക്കെ പറയും, മനസ്സിലായില്ലേ? ഇനി വേറൊരു തായുണ്ട്, അതേതാ? മറ്റേ ഇങ്ങനെ ഇട്ടിട്ടുള്ളൊരു താ. ഈ തായ്ക്ക് എന്താ പറയുക? ഹാത്ത എന്ന് പറയും, മർബൂത്ത. അറബി പറയുകയാണെങ്കിൽ താ മർബൂത്ത എന്ന് പറഞ്ഞാൽ എന്താ? വട്ടത്തിലുള്ള താ. ഇത് പൂർണ്ണമായ വട്ടമല്ലല്ലോ, ഇത് ഇടയിൽ ഇത് തോണി പോലെയല്ലേ. എന്നാൽ ഈ താ വട്ടത്തിലായതുകൊണ്ട് ഇതിന് എന്തെന്ന് പറയും? താ മർബൂത്ത എന്ന് അറബി പറയും. നമുക്ക് വേണമെങ്കിൽ ഹാത്ത എന്ന് പറയാം, അല്ലെങ്കിൽ വട്ടത്തിലുള്ള താ എന്നും പറയാം. ഓക്കെ, ഈ തായുള്ള ഈ ഒരു വാക്കിൻ്റെ അവസാനത്തിൽ ഈ താ വരികയും ആ വാക്കിൻ്റെ അവസാനം നമ്മൾ നിർത്താൻ ഉദ്ദേശിക്കുകയും ചെയ്യുകയാണെങ്കിൽ എങ്ങനെ നിർത്തേണ്ടതെന്ന് അറിയോ? ഉദാഹരണത്തിന് ഞാൻ ഒരു വാക്ക് എഴുതാം. ഇവിടെ ആയത്ത് അവസാനിക്കാൻ വിചാരിക്കുക. മഖ്തൂഅത്തിൻ എന്നാണ് ഉള്ളത്. എന്താണ് മഖ്തൂഅത്തിൻ? ഇതിൽ ലാസ്റ്റ് വരുന്ന അക്ഷരം ഏതാ? ഏത് തായാണ്? ഹാത്ത, അല്ലെങ്കിൽ വട്ടത്തിലുള്ള തായാണ് ഉള്ളത്. ഇങ്ങനെ വരുന്ന സ്ഥലങ്ങളിൽ ഈ തായിന് ഏത് ഹർക്കത്തായിക്കോട്ടെ, ഈ തായിന് എത്രത്തോളം ഇരട്ട ഫതഹാണെങ്കിൽ പോലും, ഈ തായിന് ഇരട്ട ഫതഹാണ് എങ്കിൽ പോലും ഇവിടെ ഇങ്ങനെയുള്ള വാക്കിൽ നിർത്താൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഈ തായിനെ താ മാറ്റിയിട്ട് എന്താക്കണം? ഹാ ആക്കി സുക്കൂൻ കൊടുത്ത് നിർത്തണം. ഹാ ആക്കിയിട്ട് സുക്കൂൻ കൊടുത്ത് നിർത്തണം. അപ്പം സംശയം വരുന്ന എവിടെയെന്നറിയോ? നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ നിയമം എന്തായിരുന്നു? ഇരട്ട ഫതഹ വരികയാണെങ്കിൽ നീട്ടി നിർത്തണം എന്ന് പറഞ്ഞല്ലോ. എന്നാൽ ഈ തായിനാണ് ഇരട്ട ഫതഹ വരുന്നത് എങ്കിൽ പോലും എന്ത് ചെയ്യരുത്? അവിടെ നീട്ടി നിർത്തരുത്. അവിടെ എന്തെന്നെ ചെയ്യേണ്ടത്? സുക്കൂൻ കൊടുത്ത് നിർത്തണം. ഈ തായിനെ ഹാ ആക്കണം,
സുക്കൂൻ കൊടുത്ത് നിർത്തണം. വിഷയം മനസ്സിലായി? രണ്ട് കാര്യങ്ങൾ. ഒന്ന്, അവസാനം ഹാത്ത വരികയാണെങ്കിൽ എന്ത് ചെയ്യണം? അതിനെ ഹാ ആക്കണം, ഒന്നാമത്തെ പണി. രണ്ടാമത്തെ പണി എന്താണ്? സുക്കൂൻ കൊടുത്ത് നിർത്തണം. എത്രത്തോളം? എപ്പോൾ പോലും ഇരട്ട ഫതഹ് വന്നാൽ പോലും. സാധാരണ ഇരട്ട ഫതഹ് വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യല്? ഒരലിഫ് നീട്ടിയാണ് നിർത്തൽ. ഇവിടെ എന്ത് ചെയ്യരുത്? നീട്ടാനും നിൽക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ നിയമമാണ് ഇനി എഴുതാനുള്ളത്. മഖ്തൂ എങ്ങനെ നിർത്തണ്ട? അപ്പോൾ അങ്ങനെ ഇവിടെ എങ്ങനെയാണ് നിർത്തുക? മഖ്തൂ എന്ന് നിർത്തണം. മഖ്തൂഅത്ത് എന്ന് നിർത്തരുത്. മഖ്തൂ എന്ന് നിർത്തണം. കാറ്റ് പറഞ്ഞാൽ ഹായ് ആക്കണം. അതുകൊണ്ടല്ലേ ഹാ എന്ന് പറഞ്ഞത്. ഹാൻ്റെ സൗണ്ട് കേൾക്കണം. നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ഞാനിവിടെ ഡാഷ് ഇടുകയാണ്. നിങ്ങൾ എന്ത് ചെയ്യണം? അവിടെ എന്ത് ചേർക്കണം? നിർത്താൻ ഉദ്ദേശിക്കുന്ന വാക്കിൻ്റെ അവസാനത്തെ അക്ഷരം എന്ന് എഴുതണം കേട്ടോ. നിർത്താൻ ഉദ്ദേശിക്കുന്ന വാക്കിൻ്റെ അവസാനത്തെ അക്ഷരത്തിന് എന്നല്ല, അവസാനത്തെ അക്ഷരം. നിർത്താൻ ഉദ്ദേശിക്കുന്ന വാക്കിൻ്റെ അവസാന അക്ഷരം. ഇതിനെന്താ പറയുക? ഈ അക്ഷരത്തിന് എന്താ പറയുക? ഹാത്ത അല്ലെങ്കിൽ വട്ടത്തിലുള്ള ത. അപ്പോൾ ഞാനിതവിടെ ബ്രാക്കറ്റിൽ വട്ടത്തിലുള്ള ത എന്ന് എഴുതുന്നുണ്ട്, നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അത് അറബിയിൽ താ മർബൂത്ത എന്ന് പറയും ഇതിന്. വട്ടത്തിലുള്ള താ ആണെങ്കിൽ അതിനെ ഹ ആക്കി സുക്കൂൻ കൊടുത്ത് നിർത്തണം. ലാസ്റ്റ് ഏത്? ഇതല്ലേ? ഇത് അയിനാണ്. പിന്നെ അല്ലാതെ എന്തിനാണ് ഹാ ആക്കാൻ നമ്മൾ പറഞ്ഞത്? അയിനല്ലല്ലോ. അവസാനത്തെ അക്ഷരം. ഇതിനകത്ത് അവസാനത്തെ അക്ഷരം ഏതാ? അയിനല്ലല്ലോ. ത, സാധാ ത. തോയല്ല, തായാണ്. പക്ഷെ ഇതിൻ്റെ പേര് ഹാത്ത അല്ലെങ്കിൽ വട്ടത്തിലുള്ള തായാണ്. ഇത് വരുമ്പോഴാണ് വിഷയം. അയിൻ വരുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടില്ല. അയിൻ വരുമ്പോൾ എന്താണ്? ഇതായിരുന്നു ത. അതിനിപ്പോൾ നമ്മൾ എന്താക്കി മാറ്റി? ഈ കുത്ത് വരുമ്പോഴാണ്, പുള്ളി വരുമ്പോഴാണ് ത ആകുന്നത്. പുള്ളി മാറ്റിയത് ഹായായി. എങ്ങനെ വായിക്കും? നിങ്ങളെ പറയാം. അൽ ഖാരിഅ. അവസാനം ഹാ കേൾക്കണം. ഖാരിഅ. കേട്ടില്ല? എന്താ പ്രശ്നം? രണ്ടിന് രണ്ട് സ്ഥലത്തു നിന്നല്ലേ അവസാനം വരുന്നത്. ഞാൻ പറയുമ്പോൾ അൽ ഖാരിഅ കേൾക്കുന്നില്ല? നിങ്ങൾ പറയുമ്പോൾ കേൾക്കുന്നുണ്ടല്ലോ. അപ്പൊ അൽ ഖാരിഅത്തു എന്നുള്ളത് എന്തായിട്ട് മാറി? വഖഫ് ചെയ്തപ്പം അൽ ഖാരിഅ എന്ന് മാറി. ഓക്കെ, ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്ത്? ഹാത്തായിക്കാണ് ഇരട്ട ഫതഹ് വരുന്നതെങ്കിൽ അവിടെ നീട്ടി നിർത്താൻ നിൽക്കരുത്. അവിടെ എങ്ങനെ നിർത്തേണ്ടത്? സുക്കൂൻ കൊടുത്ത് തന്നെയാണ് നിർത്തേണ്ടത്. പ്രത്യേകിച്ച് നിങ്ങൾ നോട്ട് ചെയ്തോളൂ, നിങ്ങൾക്ക് മാറി പോകുന്നുണ്ടെങ്കിൽ. ഇവിടെ നമ്മൾ മൊത്തത്തിൽ എന്തെഴുതി? അവസാനത്തെ അക്ഷരം ഹാത്ത ആണെങ്കിൽ ഹാക്ക് സുക്കൂൻ കൊടുത്ത് നിർത്തണം എന്നുള്ള പറഞ്ഞതോടുകൂടി എല്ലാം അതിൽ പെട്ടു. ഓക്കെ, ഇനി അത് പ്രത്യേകം നോട്ട് ചെയ്താലേ മനസ്സിലാവുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? പ്രത്യേകം നോട്ട് ചെയ്യുക. ബ്രാക്കറ്റിൽ വല്ലതും ഇരട്ട ഫതഹ് ആണെങ്കിൽ പോരുന്നു വല്ലതും എഴുതിക്കോളൂ. ഓക്കെ, അപ്പോൾ ഇത് കഴിഞ്ഞോ? ഈ നിയമം മനസ്സിലാകാത്ത ആരെങ്കിലും? ഇനി ഉദാഹരണങ്ങൾ പറയണോ? വേറെ ഏത് ഹർക്കത്ത് വന്നാലും ഖുർആനിൽ എടുത്ത ഇഷ്ടംപോലെ. ഇപ്പോൾ അൽ ഖാരിഅത്തു മൽ ഖാ, വമാ അദ്റാക അൽ ഖമാരി ഖാരിഅ,
ഫഹുവ ഫീ ഈശത്തിൻ റാദിയത്തിൻ എന്നാണ്. ഫീ ഈശത്തിൻ റാദിയത്തിൻ എന്നാണ്. അവിടെ എങ്ങനെ നിർത്തും? റാദിയ റാദിയ. ഫത്ഹ് വരികയാണെങ്കിൽ നമ്മൾ എങ്ങനെ പറയാ? അൽ ഖാരിഅഹ എന്നല്ലേ പറയാ. നമ്മൾ ഇപ്പം എങ്ങനെ നമ്മളെങ്ങനെ നിർത്തിയത്? എങ്ങനെ? ഖാരിഅ, ഹായിന് സുക്കൂൻ കൊടുത്തിട്ട് നിർത്തിയത് അല്ലേ? തോന്നുന്നില്ലേ? എന്താ തോന്നാത്തത്? മനസ്സിലായില്ല. അൽ ഫത്ഹ് കൊടുക്കുക. അൽ ഖാരിഅഹ എന്ന് പറയുമ്പോഴാണ് ഫത്ഹ ആകുന്നത്. ഖാരിഅഹ എന്ന് പറഞ്ഞാൽ ഫത്ഹായി. നമ്മൾ അങ്ങനെയല്ലല്ലോ പറയുന്നത്, ഖാരിഅ എന്നല്ലേ പറയുന്നത്. ബുദ്ധിമുട്ടാണ്, കുറച്ചൊക്കെ ബുദ്ധിമുട്ടേ ചെയ്യാവുള്ളൂ. അങ്ങനെ ഓതല്. ഓക്കെ, നിയമം എന്താണെന്ന് അറിയണ്ടേ? ഓക്കെ, ഇനി ഇത് വായിക്കട്ടെ. അടുത്തത് ഇനി ലാസ്റ്റത്തെ നിയമം എന്താണ്? വഖഫുമായിട്ട് ബന്ധപ്പെട്ട് ലാസ്റ്റത്തെ ഒരു നിയമം കൂടെ നമുക്ക് പഠിച്ചിട്ട് തൽക്കാലം ഇത് നിർത്താം. എന്താണ് ലാസ്റ്റ് നിയമം? വഖഫിൻ്റെ അടയാളങ്ങളില്ല. ഞാൻ എഴുതിത്തരാം, കേട്ടാൽ മതി. വഖഫിൻ്റെ അടയാളം ഇല്ലാത്ത ചില വഖഫിൻ്റെ അടയാളങ്ങളുണ്ടല്ലോ, അത് നമുക്ക് ഇനി അടുത്ത പഠിക്കാനുള്ളതാണ്. വഖഫിൻ്റെ അടയാളങ്ങൾ ചില സ്ഥലത്ത് ജീമ് കാണും, ചില സമയത്ത് സ്വാദ് ലാമ് കാണും, ചില സ്ഥലത്ത് മീമ് കാണും. അപ്പോൾ ഇതൊക്കെ വഖഫിൻ്റെ ചില അടയാളങ്ങളാണ്. അപ്പോൾ വഖഫിൻ്റെ അടയാളങ്ങൾ ഇല്ലാത്ത സ്ഥലങ്ങളിലാണ് നമ്മൾ നിർത്തുന്നത് എങ്കിൽ, മനസ്സിലായില്ലേ? വഖഫിൻ്റെ അടയാളങ്ങൾ ഇല്ലാത്ത സ്ഥലത്ത് വലിയൊരു ആയത്താണ് ചോദിച്ചത്, 3 വരിയുള്ള ആയത്താണ്. ഇടയിൽ എവിടെ എന്തില്ല? വഖഫിൻ്റെ അടയാളങ്ങളൊന്നും ഇല്ല എങ്കിൽ ഏതെങ്കിലും വാക്കിൻ്റെ അവസാനം നമ്മൾ നിർത്തുകയാണെങ്കിൽ എന്ത് ചെയ്യണം? പിന്നെ ബാക്കിയല്ല ഓതേണ്ടത്, കുറച്ച് മുമ്പ് നിന്ന് എടുത്ത് ഓതണം. അപ്പോൾ വഖഫിൻ്റെ അടയാളങ്ങൾ ഇല്ലാത്ത സ്ഥലത്താണ് നിർത്തുന്നത് എങ്കിൽ അല്പം മുമ്പിൽ നിന്ന് എടുത്തോതണം. നമുക്ക് ഉദാഹരണം ഖുർആനിൽ നിന്ന് എടുക്കാം. അത് യഥാർത്ഥത്തിൽ തീരുമാനിക്കേണ്ടത് നമുക്ക് തന്നെ തീരുമാനിക്കേണ്ടത്. അർത്ഥം അറിയുന്ന ആൾക്കാർക്കാണ് കൂടുതൽ മനസ്സിലാകുക എവിടെ നിന്ന് എടുക്കണം എന്നുള്ളത്. നമുക്ക് അർത്ഥം നോക്കണം, പക്ഷെ നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം അർത്ഥം അറിയില്ല. അതുകൊണ്ട് നമ്മൾ അല്പം മുമ്പിൽ നിന്ന് എടുത്ത് ഓതിയാൽ മതി, ബാക്കി അള്ളാഹ് പുറത്ത് തന്നോളൂ. പുറത്ത് തരികയല്ല, പുറത്ത് തന്നോളൂ. ഇല്ല, 2-3 വാക്ക്. അത് ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ ഏറ്റവും മുമ്പിൽ നിന്ന് എടുത്ത് പോകുന്നത് എന്തുകൊണ്ടാണ്? അർത്ഥം ക്ലിയർ ആകാൻ വേണ്ടിയിട്ടാണ്. അതന്നെ പറഞ്ഞത്. എപ്പോഴും ഓതുമ്പോൾ എന്ത് ചെയ്യണം? മലയാളത്തിൽ ഇപ്പോൾ കുരുമുളക് കുരു എന്ന് പറഞ്ഞ നിർത്തത്തില്ലല്ലോ, അത് നിർത്തണം. മലയാളികൾക്കറിയാം എവിടെ നിർത്തണം എന്നുള്ളത്. ഇതേപോലെ അറബികൾക്ക് കൃത്യമായിട്ട് അറിയാം എവിടെ നിർത്തണം എന്നുള്ളത്, അർത്ഥം അറിയുന്നത് കൊണ്ട്. നമ്മളെ സംബന്ധിച്ച് അർത്ഥം അറിയില്ല, അതിനു വേണ്ടി നമ്മൾ പണിയെടുക്കുക. ഇൻഷാ അല്ലാഹ്. ഉദാഹരണത്തിന് ലാ ഇലാഹ ഇല്ലല്ലാ, ലാ വേറെ ഇലാഹ് വേറെ ഇല്ലല്ലാ ഒക്കെ വേറെയാണ്. അപ്പോൾ ഒരാൾ ലാ ഇലാഹ് എന്നതിനകത്ത് നിർത്താൻ പാടില്ല എന്നാണ്. ലാ ഇലാഹിൻ്റെ അർത്ഥം എന്താണ്? ലാ ഇലാഹ്, ഒരു ഇലാഹും ഇല്ല, അങ്ങനെ അള്ളാഹ് ഉണ്ടല്ലോ. അപ്പോൾ അവിടെ യഥാർത്ഥത്തിൽ എന്ത് ചെയ്യണം? കഴിവിൻ്റെ പരമാവധി ലാ ഇലാഹ ഇല്ലല്ലാഹിൽ കൊണ്ട് എന്ത് ചെയ്യണം? നിർത്തണം. പിന്നെ ഒരാൾക്ക് ലാ ഇലാഹിൽ കൊണ്ട് നിർത്തിയാൽ എന്ത് ചെയ്യരുത്? ഇല്ലല്ലാ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഓതരുത്, ലാ ഇലാഹ മുതൽ എടുത്തോതണം. അപ്പം നമുക്ക് ഇത്ര ഇപ്പോൾ നിയമം പറയാൻ പറ്റുള്ളൂ, അല്പം മുമ്പിൽ നിന്ന് എടുത്തോതുക. അത് ഈ അല്പം മുമ്പ് എത്രയാണ്? 2 വാക്കാണോ 3 വാക്കാണോ? അത് അർത്ഥത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതറിയാൻ എന്ത് ചെയ്യണം? ഈ ക്ലാസ് അല്ലാത്ത വേറെ ക്ലാസ്സിൽ പങ്കെടുത്ത് എന്ത് ചെയ്യണം? അർത്ഥം പഠിക്കണം. ഓക്കെ, ഉണ്ട്, ഇവിടെ നടക്കുന്നുണ്ടല്ലോ, ഇവിടെ കഫിൻ്റെ ക്ലാസ് നടക്കുന്നുണ്ട്. ഇന്ന് സുലഭമാണ്, ഇന്ന് യൂട്യൂബിലൊക്കെ നോക്കി പഠിക്കാം. യൂട്യൂബ് പുസ്തകം ഇഷ്ടം പോലെ ഉണ്ടല്ലോ. പരസ്യല്ലേ? അവനെ അമ്മക്കെന്താ നേട്ടം? ഓക്കെ, സോറി. അതാണ് ഒറിജിനൽ. വഖഫിൻ്റെ എഴുതിക്കോളി. 5-ാമത്തെ വഖഫിൻ്റെ അടയാളങ്ങൾ ഇല്ലാത്ത സ്ഥലത്താണ് നിർത്തുന്നത് എങ്കിൽ അല്പം മുമ്പിൽ നിന്ന് എടുത്തോതണം എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? മടക്കി ഓതണം എന്ന അർത്ഥത്തിൽ. അല്പം മുമ്പിൽ നിന്ന് മടക്കി ഓതണം എന്നുള്ള അർത്ഥത്തിലാണ്.
നിർബന്ധമാണ്. ഹിഫ്ള് പഠിക്കുന്ന സമയത്ത് അങ്ങനെ ഓതിയിട്ടില്ലെങ്കിൽ നടുമ്പുറത്ത് അടി കിട്ടും. അപ്പോൾ എന്തായാലും നിർബന്ധമാണല്ലോ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെയൊക്കെ വിഷയം എവിടെ നിന്നറിയോ? അർത്ഥത്തിൽ വലിയ പ്രശ്നം വരുമ്പോഴത്താണ് ഏറ്റവും ബുദ്ധിമുട്ട് വരുന്നത്. അപ്പം നമുക്ക് അർത്ഥം അറിയാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? മുമ്പിൽ നിന്ന് എടുത്തു പോകുക. വലിയ കുഴപ്പമില്ല സ്ഥലങ്ങളാണെങ്കിൽ മുന്നോട്ട് പോവുക. ഇനി ഖുർആൻ എടുത്തോളി. ഖുർആനിൽ ഏതെങ്കിലും വലിയ ആയത്ത് എടുക്കി. ഞാൻ തന്നെ എടുക്കാം. പേജ് നമ്പർ പറയാം. ഞാൻ പേജ് നമ്പർ 240 എടുക്കി. 240. എടുത്തോ? അതിനകത്ത് ഈ 39-ാമത്തെ ആയത്ത് യാ സ്വാഹിബൈ സിജ്നി എന്നില്ലേ? കണ്ടോ? പേജിന് തുടക്കം വത്തബഅതു എന്നല്ലേ? എല്ലാവരുടെയും പേജിന് തുടക്കം സൂറത്ത് യൂസുഫ് 240 240 വത്തബഅതു എന്നല്ലേ ആ പേജിന് തുടക്കം? ആ പേജിൽ 2-ാമത്തെ ആയത്ത്. ക്ലിയർ ആയോ? 240. ഇത് 294 240. അത് ഏകദേശം ഇവിടുത്തെ ഖുർആനിലൊക്കെ ഏകദേശം ഒന്ന് തന്നെ ആയിരിക്കും. ഈ ആയത്ത് യാ സാഹിബൈസ് കണ്ടോ? ആയത്ത് കണ്ടോ? ആയത്ത് നോക്കിയേ. അത് ഒരു എത്ര വരിയുണ്ടത്? എന്നാലും കുഴപ്പമില്ല. ഏതായാലും ഫുള്ള് ഓതാൻ ഒരാൾ ഓതുകയാണ്. യാ സ്വാഹിബൈ സിജ്നി അർബാബുൻ. അർബാബുൻ എന്നുള്ള വാക്കിൽ അയാൾക്ക് ശ്വാസം പോവാന്ന് വിചാരിച്ചോ? അയാൾ എങ്ങനെ അവിടെ നിർത്തേണ്ടത്? അർബാബ് എന്ന് നിർത്തണം. ഓക്കെ, അതാ അർബാബ് ആണ്. നിങ്ങൾ എവിടെ നോക്കുന്നത്? നിങ്ങൾ ഈ സ്വാഹിബിയെ നോക്കുന്നല്ലേ? ഇനി ഒരാൾക്ക് അർബാബിലല്ല പ്രശ്നം, അർബാബും മുത്തഫരിഖൂന. അവിടെ എത്തിയപ്പോഴാണ് ശ്വാസം പോയത്. അവിടെ എങ്ങനെ നിർത്തുക? മുത്തഫരിഖൂൻ. അപ്പോൾ ഒരാൾ ഓതുകയാണ് യാ സ്വാഹിബൈ സിജ്നി അർബാബും മുത്തഫരിഖൂൻ. അവിടെ ആൾ നിർത്തി. ഇനി എവിടുന്ന് ഓതണം? അർബാബും മുത്തഫരിഖൂൻ. 1-2 വാക്ക് എന്ത് ചെയ്യണം? മുമ്പിൽ നിന്ന് എടുത്തു ഓതണം. ഷബീർ സാഹിബേ, ക്ലിയർ ആയോ? മനസ്സിലായോ? മുത്തഫരിഖൂൻ നിർത്തുകയാണെങ്കിൽ അവിടെ വഖഫിൻ്റെ അടയാളങ്ങളുണ്ടോ? അപ്പം എന്ത് ചെയ്യണം? അല്പം മുമ്പിൽ നിന്ന് എടുത്തു ഓതണം. 1-2 വാക്ക് മുമ്പിൽ നിന്ന് എന്ത് ചെയ്യണം? അർബാബും മുത്തഫരിഖൂന എന്ന് എടുത്തു ഓതണം. ഓക്കെ, ക്ലിയർ ആണോ? അത്രേ ഉള്ളൂ. വഖഫിൻ്റെ അടയാളങ്ങൾ എല്ലാ സ്ഥലത്ത് നിർത്തുകയാണെങ്കിൽ അല്പം മുമ്പിൽ നിന്ന് എടുത്തു ഓതുക. യാ സാഹിബൈ അത് യഥാർത്ഥ അതിൻ്റെ നിയമം ഇങ്ങനെയാണ്. ഉച്ചാരണത്തിലുള്ളതിന് യാ വേണം, ഇല്ലാത്തത് യാ ഇല്ല എന്നാണ്. ഇവിടെ എന്താണ്? ഓക്കെ, ഇനി അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് എന്താണ്? വഖഫിൻ്റെ അടയാളങ്ങളെ കുറിച്ചിട്ടാണ്. അത് നമുക്ക് ഇൻഷാ അല്ലാഹ് വരുന്ന സമയത്ത് പഠിക്കാം. ഇനി നമുക്ക് കഹഫിൻ്റെ സമയത്തായി ടൈം കഴിഞ്ഞോ? കുറച്ചെടുക്കാല്ലേ? കഹഫ് നമ്മൾ അന്ന് എവിടം വരെ എടുത്തിരുന്നത് ഓർമ്മയുണ്ടോ? നിയമങ്ങൾ പറഞ്ഞിരുന്നത് എവിടെ നിർത്തിയിരുന്നത് ഓർമ്മയുണ്ടോ? അഫ്വാഹിമിൻ്റെ അവിടെ നിർത്തിയെന്ന് തോന്നുന്നു. അവിടെ തന്നെയാണോ? ആർക്കും ഓർമ്മയില്ല. അഫ്വാഹിമിൻ്റെ അവിടെ നിർത്തിയല്ലേ? ഓക്കെ, നമ്പർ 5 കബറത്ത് കലിമത്തൻ തഖ്റുജു മിൻ അഫ്വാഹിഹിം. ഇതവിടെ. ഇനി അടുത്ത വാക്കേതാ? ഈ യഖൂലൂന എന്നുള്ള വാക്കല്ലേ? അല്ലേ? ഈ യഖൂലൂന. അവിടെ ആദ്യത്തെ നിയമം ഏതാ? നൂൻ സാക്കിന് നിയമമുണ്ട് അല്ലേ? സാക്കിനായ നൂൻ്റെ നിയമമല്ലേ? കാണുന്നുണ്ടോ? പേജ് എടുക്കാത്ത അറിയുന്നുണ്ടോ? പേജ് നമ്പർ 294. ഇതെന്താ? അഫ്വാഹിഹിം. ഇനി ഇവിടുന്ന് ഈ യഖൂലൂന മുതൽ കേട്ടോ. ഈ യഖൂലൂന എന്നുള്ളിടത്ത് ആദ്യത്തെ നിയമം എന്താണ്? സാക്കിനായ നൂനുമായിട്ട് ബന്ധപ്പെട്ട നിയമമാണ്. സാക്കിനായ നൂൻ ശേഷം ഏതക്ഷര വന്നിരിക്കുന്നത്? എല്ലാവരും പറയാൻ ശ്രദ്ധിക്കട്ടെ. എല്ലാവരും പറയാൻ ശ്രമിക്കുക. യായാണ്.
അത് ഏത് അക്ഷരം? ഇഖ്ഫാന്റെ അക്ഷരമല്ല യാ, ഇദ്ഗാം ബിഗുന്നയുടെ അക്ഷരമാണ്. ഇദ്ഗാം ബിഗുന്നക്ക് എത്ര അക്ഷരമുണ്ട്? 4 അക്ഷരം അല്ലേ? ഏതൊക്കെയാ? യാ വാവ് മീം നൂൻ. യൗമുൻ അല്ലെങ്കിൽ യൗമി, നോമി, സോറി യോമി അല്ല നോമി. അപ്പോൾ ഇദ്ഗാം ബിഗുന്ന വന്നാൽ എന്താ ചെയ്യേണ്ടത്? കൂട്ടിച്ചേർക്കൽ മാത്രമല്ല, മണിച്ച് കൂട്ടിച്ചേർക്കണം. അപ്പോൾ ഇവിടെ എങ്ങനെ മണിച്ച് കൂട്ടിച്ചേർക്കുക? ഈ യഖൂലൂന. അവിടെ നമുക്ക് നിയമം പറഞ്ഞു വെക്കാം. നൂൻ സാക്കിൻ ഇദ്ഗാമും ബിഗുന്ന. സാക്കിനായ നൂന് ശേഷം ഇദ്ഗാമും ബിഗുന്നയുടെ 4 അക്ഷരങ്ങളിൽപ്പെട്ട യാ വന്നിരിക്കുന്നു. സാക്കിനായ നൂനിനെ മണിച്ചു കൂട്ടി ചേർത്ത് ഓതണം. ഈയ മണിച്ചോളി ഈയ. ഓക്കെ. അത് കഴിഞ്ഞിട്ട് യഖൂലൂന. ആ വാക്കിൽ ഏതൊക്കെ നിയമമുള്ളത്? യഖൂ എന്ന് പറയുമ്പോൾ എന്തുണ്ട്? ഖാഫിന് എന്തുണ്ട്? ഹുറൂഫുൽ മദ് വന്നിട്ടില്ലേ? ഹർഫ് മദ് വന്നിട്ടില്ലേ? ഖാഫിന് ലമ്മും വന്നു, ശേഷം സുക്കൂനുള്ള വാവും വന്നിട്ടുണ്ട് അല്ലേ? എങ്ങനെ നിയമം പറയാ? ഖാഫ് ഹർഫ് മദ്, ലമ്മിന് ശേഷം സുക്കൂനുള്ള വാവ് വന്നിരിക്കുന്നു, ഒരലിഫിൻ്റെ അളവ് നീട്ടണം. ഒരലിഫ് അല്ലേ? അത് കഴിഞ്ഞിട്ടോ ലൂ എന്ന് പറയുന്നുണ്ട്, അവിടെയും ഹർഫ് മദ് ഉണ്ട്. എങ്ങനെ പറയാ? ലാം ഹർഫ് മദ്, ലമ്മിന് ശേഷം സുക്കൂനുള്ള വാവ് വന്നിരിക്കുന്നു, ഒരലിഫിൻ്റെ അളവ് നീട്ടണം. ലൂ. അത് കഴിഞ്ഞിട്ട് യഖൂലൂന, ആ വാക്ക് കഴിഞ്ഞു. അടുത്തത് ഇല്ല. ഇല്ല എന്നുള്ളിടത്ത് എന്താ നിയമം? അവിടെ എന്തുണ്ട്? ഇല്ല എന്നുള്ളിടത്ത് ലാമിന് ശബ്ദം മണിക്കണ്ടേ? ലാമിന് ശബ്ദം മണിക്കണ്ടേ? കട്ടി കൂട്ടിയാൽ മതി. മണിക്കിൽ എവിടെ മാത്രമേ ഉള്ളൂ ശബ്ദം വരുമ്പം? മീമിനും നൂനിലും. ഇപ്പം ഇല്ല എന്നുള്ള വാക്കുള്ള നിയമം എന്താണ്? ഹുറൂഫ് മദ് വന്നതാണ്. ഏത് ഹുറൂഫ് മദ്ദാണ് വന്നിരിക്കുന്നത്? ഫതഹിന് ശേഷം അലിഫ് വന്നത്. ഫതഹിന് ശേഷം അലിഫ് വരിക, അതാണ് ഹർഫുൽ മദ്. ക്ലിയർ? ഹുറൂഫ് മദ് എത്ര ഉണ്ട്? 2 ആണെങ്കിൽ 2, 3, 1, 2, 3, 3 ഫതഹിന് ശേഷം വരുന്ന അലിഫ്, കസറിന് ശേഷം വരുന്ന സുക്കൂനുള്ള യാ, ലമ്മിന് ശേഷം വരുന്ന സുക്കൂനുള്ള വാവ്. ഇവിടെ എന്താ? ഇല്ല എന്നുള്ളിടത്ത് ലാമിന് ഫതഹും വന്നു, ശേഷം അലിഫും വന്നു അല്ലേ? എന്ത് ചെയ്യണം? ഒരലിഫിൻ്റെ അളവ് നീട്ടണം. ഇല്ല. ഇനി അടുത്തതാണ് നമുക്ക് വഖഫിന് നിയമം നമ്മൾ പഠിച്ചിരുന്നല്ലോ, അത് വരുന്നുണ്ട്. കദീബൻ എന്നാണ് അല്ലേ? കദീബൻ. അവിടെ നമ്മൾ നിർത്താൻ ഉദ്ദേശിക്കുകയാണ്. ലാസ്റ്റ് ആയത്തിൻ്റെ അവസാനമാണല്ലോ. അപ്പോൾ ഇവിടെ നിർത്താൻ ഉദ്ദേശിക്കുന്ന വാക്കിൻ്റെ അവസാനത്തെ അക്ഷരത്തിന് ഇരട്ട ഫതഹ് വന്നാൽ എന്താ നിയമം? നമ്മൾ എത്രാമത്തെ നിയമമായിട്ട് പഠിച്ച്? 3ാമത്തെ നിയമമായിട്ട് പഠിച്ച് അല്ലേ? 3ാമത്തെ നിയമമല്ലേ പഠിച്ച്? എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞത്? ഒരലിഫിൻ്റെ അളവ് നീട്ടി നിർത്തണം. എങ്ങനെ? കദീബ, കദീബ എന്ന് നിർത്തണം. അടുത്ത ആയത്ത് സ്പീഡിൽ പോവാം. ഫല അല്ലക്ക. ആ വാക്കിന് എന്തെങ്കിലും നിയമമുണ്ടോ? ഫല അല്ലക്ക. അത് നിയമമായിട്ട് പറയേണ്ട ആവശ്യമില്ല. നമ്മൾ പറഞ്ഞിരുന്നു, ഷദ് മീമിനും നൂനും ഷദ് വരുമ്പോൾ മാത്രമേ നിയമമായിട്ട് പറയേണ്ടുള്ളൂ. ബാക്കിയുള്ള സ്ഥലത്ത് നമ്മൾ കട്ടി കൂട്ടിയാൽ മതി, നിയമമായിട്ട് പറയേണ്ട. ഫല അല്ലക്കയിൽ പ്രത്യേകിച്ച് നിയമമൊന്നുമില്ല. അടുത്തത് ബാഖിഉൻ. ബാ എന്ന് പറയുമ്പോൾ എന്തുണ്ട്? ഹർഫ് മദ് ഉണ്ട് അല്ലേ? ഏത് ഹർഫ് മദ്ദാണ് ഉള്ളത്? ഫതഹിന് ശേഷം അലിഫ് വന്നിട്ടുണ്ട്. എന്ത് ചെയ്യണം? ഒരലിഫിൻ്റെ അളവ് നീട്ടണം. എങ്ങനെ നിയമം പറയാ? ബാ ഹർഫ് മദ്, ഫതഹിന് ശേഷം അലിഫ് വന്നിരിക്കുന്നു, ഒരലിഫിൻ്റെ അളവ് നീട്ടണം. ബാ. ഇനി അടുത്ത പ്രധാനപ്പെട്ട നിയമം ബാഖിഉൻ. ഐനിന് എന്ത് വന്നിട്ടുണ്ട്? ഐനിന് തൻവീനിൽപ്പെട്ട ഏത് വിഭാഗം? ഏതാ വന്നിട്ടുള്ളത്? ഇരട്ട ലമ്മ് വന്നിട്ടുണ്ട്. കാണുന്നില്ലേ? ബാഖിഉൻ എന്ന് പറയുമ്പോൾ ഐനിന് എന്ത് വന്നിട്ടുണ്ട്? ഇരട്ട ലമ്മ് വന്നിട്ടുണ്ട്. അപ്പോൾ തൻവീൻ വന്നിട്ടുണ്ട്. തൻവീൻ വന്നു കഴിഞ്ഞാൽ എന്താ ഇവിടെ നിയമം? ഐന് തൻവീൻ വന്നു ശേഷം ഏതക്ഷരം വന്നിരിക്കുന്നത്? നൂന് വന്നിട്ടുണ്ട്. ഏതിൻ്റെ വിഭാഗത്തിൽപ്പെടും? ഇദ്ഗാമും ബിഗുന്ന അല്ലേ? യാ വാവ് മീം നൂൻ, അതിൽപ്പെട്ടതാണ് നൂന്. തൻവീൻ ശേഷം നൂന് വന്നാൽ ഇദ്ഗാമും ബിഗുന്ന. എന്താ ചെയ്യേണ്ടത്? കൂട്ടിച്ചേർത്തോളം. നമുക്ക് നിയമം പറഞ്ഞു നോക്കാം. ഐൻ തൻവീൻ ഇദ്ഗാമും ബിഗുന്ന. തൻവീനിന് ശേഷം ഇദ്ഗാമും ബിഗുന്നയുടെ 4 അക്ഷരങ്ങളിൽപ്പെട്ട നൂന് വന്നിരിക്കുന്നു, ഒരലിഫിൻ്റെ അളവ് കിട്ടണമെന്നോ? എന്ത് ചെയ്യണം? മണിച്ചു കൂട്ടിച്ചേർത്ത്. ആരെ? തൻവീനിനെ മണിച്ചു കൂട്ടിച്ചേർത്ത് ഓതണം. എങ്ങനെ? ഉന്ന. അപ്പോൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നൂന് ഷദ്ദ് വന്നാൽ മണിക്കണം എന്നുള്ള നിയമം പറയണ്ടേ? ഹലോ, ഇവിടെ ഉണ്ടോ? എല്ലാവരും ഉണ്ടോ? ശരീരം കൊണ്ട് മനസ്സുകൊണ്ട് ഇവിടെ ഉണ്ടോ? ശരീരം ഇവിടെയും മനസ്സ് കാരണമൊന്നുമല്ലല്ലോ. ഇവിടെ ഞാൻ ചോദിച്ചെന്താ മനസ്സിലായോ? ബാഖിഉന്ന എന്ന് പറയുമ്പം നൂന് ഷദ്ദ് വന്നു, മണിക്കണം എന്നുള്ള നിയമം പറയണ്ടേ?
നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇദ്ഗാമും ബിഗുന്ന വരുന്ന സ്ഥലങ്ങളിൽ നൂനും മീമിനും ഷെദ് വന്നാൽ മണിക്കണം എന്നുള്ള പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. അത് എവിടെ തന്നെ വന്നിട്ടുണ്ട്, ഇദ്ഗാം ബിഗുന്നയിൽ തന്നെ വന്നു കഴിഞ്ഞു. ഇപ്പോൾ ഇവിടെ നമ്മൾ ഇദ്ഗാം ബിഗുന്നയുടെ നിയമം പറഞ്ഞില്ലേ, ഇനി അത് പറയേണ്ട ആവശ്യമില്ല. പിന്നെ ബാഖിഉൻ നഫ്സക, നഫ്സക്കിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും നിയമമുണ്ടോ? ഇല്ലല്ലോ. അടുത്ത വാക്യേതാ? അലാ ആസാരിഹിം അല്ലേ. അല എന്നുള്ളിടത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ലാമിന് ഹുറൂഫുൽ മദ്ദില്ലേ. ഏത് ഹുറൂഫുൽ മദ്ദാ ഉള്ളത്? ഫതഹിന് ശേഷം അലിഫ് എന്നുള്ള ഹുറൂഫുൽ മദ് ഉണ്ട്. അതിനുശേഷം വന്നിരിക്കുന്ന അക്ഷരം ഏതാ? നമ്മൾ നേരത്തെ പറയുന്നുണ്ട്, നമ്മൾ എഴുതി പഠിച്ചിട്ടില്ലെങ്കിലും പറയുന്നൊരു കാര്യമാണ്, ഹുറൂഫുൽ മദ്ദിന് ശേഷം മൂന്നാലൊരു കാര്യം വന്നു കഴിഞ്ഞാൽ, ഹുറൂഫുൽ മദ്ദിന് ശേഷം ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ ഒരു അലിഫ് നീട്ടിയാൽ പോലെ കുറച്ചധികം നീട്ടണമെന്ന് പറഞ്ഞിരുന്നു. ആ 3 കാര്യങ്ങൾ ഏതൊക്കെയാണ്? 1 ഹംസ, 2 സുക്കൂന്, 3 ഷദ്. ഇവിടെ ഏതാ വന്നിരിക്കുന്നത്? ഹംസ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ പോരാ, ഒരു അലിഫ് നീട്ടിയാൽ പോരാ, കുറച്ചധികം നീട്ടണം. എങ്ങനെ? അലാ ആസാരിഹിം, അലാ ആന്ന് നീട്ടണം. ഓക്കെ. ഇവിടെ നമുക്ക് പ്രത്യേക ഒരു അടയാളം ഇട്ട് കൊടുത്തിട്ടുണ്ട് നീട്ടണം എന്നുള്ളതിൻ്റെ. അത് കാണുന്നുണ്ടല്ലോ അല്ലേ, ഒരു പ്രത്യേക മദ്ദിൻ്റെ അടയാളം കാണുന്നുണ്ടല്ലോ അല്ലേ. ഷദ്ദും എവിടെ ഉള്ള പോലെ വലദ്ദാലിൻ എന്ന്. ഇനി വേറൊരു കാര്യം, അലാ ലാമിൽ നമ്മൾ എന്ത് ചെയ്തു, കുറച്ചധികം നീട്ടി. അതിൻ്റെ കാരണം എന്തായിരുന്നു? ശേഷം ഹംസ വന്നതാണ്. ഇനി ആസാരിഹിം എന്നുള്ളിടത്ത് നമ്മൾ ഇങ്ങനെ ഓതുന്നത് അസാരിഹിം എന്നാണ് ഓതുന്നത്. നീട്ടുന്നുണ്ട്, ഒരു അലിഫ് നീട്ടുന്നില്ലേ. അതിൻ്റെ കാരണം എന്താ? അവിടെ ഹുറൂഫുൽ മദ് വേറെ വന്നിട്ടുണ്ട്. കൃത്യം മനസ്സിലാക്കുക. അല എന്നുള്ളിടത്ത് നമ്മൾ ഒരു അലിഫിന് അധികം നീട്ടണം. എന്തുകൊണ്ട്? ശേഷം ഹംസ വന്നതുകൊണ്ട്. ഹംസയെ നമ്മൾ ഒരു അലിഫ് നീട്ടുന്നുണ്ട്. എന്തുകൊണ്ട്? ആ ഹംസക്ക് ഹുറൂഫുൽ മദ് വന്നിട്ടുണ്ട്. ഏതാ ഹുറൂഫുൽ മദ്? ഫതഹിന് ശേഷം അലിഫ് എന്നുള്ള എന്ന് പറയുമ്പം ഫതഹിന് ശേഷം അലിഫ് എന്നുള്ള ഹുറൂഫുൽ മദ് വരുന്നുണ്ട്. അതുകൊണ്ട് അവിടെ എന്ത് ചെയ്യണം? ഒരു അലിഫ് നീട്ടണം. അത് കഴിഞ്ഞ് ആ സാ എന്നുള്ളത് സായിൽ നീട്ടുന്നു. പറഞ്ഞോളൂ. അതങ്ങനെ ജറിൻ്റെ അക്ഷരങ്ങൾ അങ്ങനെ എഴുത്ത് അങ്ങനെ എഴുതാൻ പാടുള്ളൂ. അല നമ്മൾ അലിഫോട് കൂടി എഴുതി കഴിഞ്ഞാൽ വേറെ അർത്ഥമുണ്ട്. ഏത്? ഉയർന്നു എന്നുള്ള അർത്ഥമുണ്ട്. അത് ഫീലായിട്ട് വരുന്നതാണ്. നിങ്ങൾക്കറിയായിരിക്കും ഇസ്മ ഫീലും. അല എന്നുള്ള ഫീലായിട്ട് എഴുതുന്നതാണ്. അങ്ങനെ അല യാലു. ഇത് വേറെ. ഇത് അക്ഷരമാണ്, ഹർഫായിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ്. നിങ്ങൾ തൽക്കാലം അല ആസാരി നോദിയാൽ മതി. യഥാർത്ഥത്തിൽ ബാഖിഉൻ നഫ്സക അല ആസാരിഹിം എന്നാണ് എടുത്തോത്തേണ്ടത്. അല്ല, ഫലഅല്ലക ബാഖിഉൻ നഫ്സക അല ആസാരിഹിം നോദിയിട്ട് ബാഖിഉൻ നഫ്സക അല ആസാരിഹിം നോദിയ വാക്ക് കിട്ടത്തില്ല. പിന്നെ എടുത്തോളണം. ഇപ്പൊ തൽക്കാലം അങ്ങനെ നോക്കിക്കോളി. ഓക്കെ. അപ്പോൾ എവിടെയൊക്കെ നോക്കിയാൽ അലായിൽ കുറച്ചധികം നീട്ടണം. എന്നിടത്ത് ഒരു അലിഫ് നീട്ടണം. അത് കഴിഞ്ഞ് സാ എന്നിടത്ത് എന്ത് ചെയ്യണം? ഒരു അലിഫ് നീട്ടണം. എന്തുകൊണ്ട്? ഫതഹിന് ശേഷം അലിഫ് വന്നിട്ടുണ്ട് അല്ലേ. നിയമം എങ്ങനെ പറയാ? സാ ഹർഫ് മദ്, ഫതഹിന് ശേഷം അലിഫ് വന്നിരുന്നു. ഇവിടെ ഫതഹിന് ശേഷം അലിഫൊക്കെ മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ. നമ്മൾ നീട്ട് ഫതഹ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞിരുന്നു, നീട്ട് ഫതഹുള്ള അടുത്ത് എന്തുണ്ട്? ഫതഹിന് ശേഷം അലിഫ് എന്നുള്ള ഹുറൂഫുൽ മദ് ഉണ്ട്. അപ്പോൾ ഒരു അലിഫിൻ്റെ അളവ് നീട്ടണം, സാ. ഇനി അത് കഴിഞ്ഞിട്ട് അടുത്ത ആസാരിഹിം എന്നുള്ള വാക്കിൽ വേറെ എന്തെങ്കിലും നിയമമുണ്ടോ? അസ്തഗ്ഫിറുല്ലാഹ റബ്ബി മിൻ കുല്ലി ദംബിൻ വഖതിയത്തിൻ. വേറെ നിയമമൊന്നുമില്ല. പഠിച്ച റബ്ബേ. അതാ കണ്ടില്ലേ, റായിന്റെ നിയമമില്ലേ. എവിടെ റാ വന്നാലും പറയേണ്ട ആവശ്യമില്ലേ. എന്നാ ഞാൻ പണി മതിയാക്കി പോവാ. റായിനെ ലഘുവാക്കി ഉച്ചരിക്കണം, അഥവാ രായിന്റെ സൗണ്ട് ഉപയോഗിക്കണം എപ്പോഴും. റായിന് കസറ്, ഇരട്ട കസറ്, പിന്നെ നീട്ടി കസറൊക്കെ വന്നാലൊക്കെ ആ നിയമം നമ്മൾ എഴുതിയിട്ടുള്ളൂ. ഇനിയും കുറേ നിയമങ്ങളുണ്ട് വേറെ. ഇരി കസർ വന്നതിന്റെ പേരിൽ റായിന് കസർ വന്നതുകൊണ്ട് എന്ത് ചെയ്യണം? എങ്ങനെ നിയമം പറയാ? റായിന് കസർ വന്നതിനാൽ റായിനെ ലഘുവാക്കി ഉച്ചരിക്കണം. എങ്ങനെ ഉച്ചരിക്കുക? രി. ഓക്കെ, ഇപ്പോഴാണ് പൂർത്തിയായത്. ഇനി അപ്പൊ ഒന്ന് ഓദിക്കേ. അലാ ആസാരിഹിം. വേറെ വിഷയം. ഇപ്പൊ ഓതിയപ്പോ ചില ആൾക്കാർ ആസാരിഹിം എന്നൊക്കെ ഓതുന്നുണ്ട്. സായാണ്, സീനല്ല. നിങ്ങളാണ് പ്രശ്നം. ഒന്ന് നോക്കിയാൽ എന്ത് ഉച്ചരിക്കാൻ പാട്?
നാവിന് തുമ്പ് കാണിച്ചേ. ആ എന്താ ബുദ്ധിമുട്ട്? കറക്റ്റ് അല്ലേ? ഇത്രേ ഉള്ളൂ. ആ നാവ് പുറത്തേക്ക് ഇട്ടാൽ മതി. ആവശ്യമില്ലാത്ത സമയത്തൊക്കെ എടുത്ത് പുറത്തേക്ക് ഇടുന്നുണ്ടല്ലോ. മറ്റേ ഒരു വീഡിയോ പറയുന്നുണ്ടല്ലോ, പെണ്ണുങ്ങൾ ഇതാണ് ഇത് വൃത്തിയാക്കുക, എന്താ ഈ മുകൾ ഭാഗം വൃത്തിയാക്കുക. അപ്പം ഭർത്താവിനോട് പറയും, എത്തുന്നില്ല, നീളം കുറവാണ്, നീ നാക്കിട്ട് പഠിച്ചാൽ മതി, നാക്കിന് നീളം കൊടുത്തിട്ടുണ്ടല്ലോ. ഓക്കെ. ആസാരിഹിം ഇ. അവിടെ നോക്കിയേ, ആസാരിഹിം എന്ന വാക്കിലെ അവസാനത്തെ അക്ഷരം ഏതാ? മീമിലെ. മീമിനെന്താ ഹർക്കത്ത്? സുക്കൂന്. സുക്കൂനുള്ള മീമിന് നിയമങ്ങൾ വല്ലതും ഉണ്ടോ? എത്ര നിയമം പഠിച്ചിട്ടുണ്ട് നമ്മൾ? 3 നിയമം പഠിച്ചിട്ടുണ്ട്. സാക്കിനായ മീമിൻ്റെ നിയമങ്ങൾക്കുള്ള പ്രത്യേകത എന്താണ്? ആ നിയമങ്ങളെ കൊടുത്തിട്ട് ഷഫവി എന്നുള്ള വാക്കുണ്ടാവും. ഇവിടെ ഏത് നിയമമാണ് ഉള്ളത്? ഇൽഹാർ ഷഫവിയാണ് അല്ലേ? സാക്കിനായ മീമിന് ശേഷം മീം അല്ലാത്ത ഏത് അക്ഷരം വന്നാലും എന്താണ്? ഇൽഹാറാണ്. ഇവിടെ ഏത് അക്ഷരം വന്നിരിക്കുന്നത്? ഹംസയാണ് വന്നിരിക്കുന്നത്. അപ്പം എന്ത് ചെയ്യണം? ഇൽഹാർ ആവുമ്പോൾ എന്താ ചെയ്യേണ്ടത്? മറച്ചു മണിച്ച് ഓതണം അല്ലേ? പിന്നെ മണിക്കാതെ വ്യക്തമാക്കി ഓതണം. അപ്പം എങ്ങനെ ഓതണം? അലാ ആസാരിഹിം ഇ. പക്ഷേ ആസാരിഹിം ഇ, മണിക്കാൻ നിൽക്കരുത് അവിടെ. ഓക്കെ. അത് കഴിഞ്ഞിട്ട് അടുത്ത നിയമം അങ്ങനെ പറയും. അത് നമ്മളെ ഫസ്റ്റ് കിട്ടിയാൽ പറയട്ടെ. ആസാരിഹിം ഇ. അല ആസാരിഹിം എവിടെ? ഇവിടെ നമ്മളിപ്പോൾ ലാസ്റ്റ് ഏത് നിയമമാണ് പറഞ്ഞത്? അതിനിടയിൽ വർത്താനം കൊണ്ടിരിക്കുകയായിരുന്നു. അത് നിങ്ങൾ അവിടെ പോയി എത്തിയിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് വേറെ നിയമം നമ്മൾ പറഞ്ഞു. അവിടെ ഏത് നിയമം ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് പറഞ്ഞ് നിർത്തിയെന്ന് പറയും? മീമിൻ്റെ, സാക്കിനായ മീമിൻ്റെ നിയമം ഇപ്പോൾ നമ്മൾ പറഞ്ഞു. ഇവിടെ ഏത് നിയമമാണ് ഉള്ളത്? ഹിം ഇ. അല്ല, മീമ് കാണുന്നുണ്ടോ? സാക്കിനായ മീമ് കാണുന്നുണ്ടോ? സാക്കിനായ മീമിന് ശേഷം ഹംസ വന്ന എന്താ നിയമം? മീമിന് ശേഷം ഹംസ വന്ന പ്രത്യേകിച്ച് നിയമമുണ്ടോ? ഇല്ല. സാക്കിനായ മീമിൻ്റെ നിയമങ്ങൾ പഠിച്ചിട്ടുണ്ടോ? സാക്കിനായ മീമിൻ്റെ നിയമങ്ങൾ, സുക്കൂനുള്ള മീമിൻ്റെ നിയമങ്ങൾ. ഇൽഹാർ ഷഫവിയുടെ നിയമങ്ങൾ. അതിനകത്ത് 3 നിയമങ്ങളിൽ ഇവിടെ ഏത് നിയമമാണ് ഉള്ളത്? ഇവിടെ നമ്മൾ വിശദമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ വേറെ വർത്തമാനത്തിലായിരുന്നോട് അങ്ങനെ തന്നെ ചോദിച്ചാണ്. സാക്കിനായ മീമിന് ശേഷം മീം അല്ലാത്ത ഏതക്ഷരം വന്നാലും ഇൽഹാർ ഷഫവി, ആ നിയമം അവിടെ ഉള്ളത്. അപ്പോൾ എന്ത് ചെയ്യണം? മണിക്കാതെ വെളിവാക്കി ഓതണം, വ്യക്തമാക്കി ഓതണം. 2 അക്ഷരം അല്ലാത്ത വാക്യല്ല, ബായും മീമും അല്ലാത്ത. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഓതേണ്ടത് ആസാരിഹിം ഇ, ആസാരിഹിം ഇ എന്ന് ഓതണം, മണിക്കാൻ നിൽക്കരുത്. അത് കഴിഞ്ഞിട്ടുള്ള നിയമം ഏതാ? ആസാരി സാക്കിന നൂൻ്റെ നിയമം ഉണ്ട് അല്ലേ? സാക്കിന നൂന് ശേഷം ഏതക്ഷരമാണ് വന്നിരിക്കുന്നത്? ലാമു വന്നിട്ടുണ്ട്. സാക്കിന നൂന് ശേഷം ലാമു വന്ന ഏതാ നിയമം? ഇദ്ഗാമും ബിലാഗുന്നയാണ്. എന്ത് ചെയ്യണം? മണിക്കാതെ കൂട്ടിച്ചേർത്ത് ഓതണം. മണിക്കാതെ കൂട്ടിച്ചേർക്കുമ്പോൾ എന്ത് ചെയ്യണം? ആ നൂൻ്റെ സൗണ്ട് ഉണ്ടാവില്ല അല്ലേ? എങ്ങനെയാ ഓതുക? ഇല്ല എന്നാണ്. ഇല്ല അല്ല, ഇല്ല ഇല്ല. ഓക്കെ, അവിടെ നമുക്ക് നിയമം പറഞ്ഞു നോക്കാം. നൂൻ സാക്കിൻ ഇദ്ഗാമും ബിലാഗുന്ന. സാക്കിനായ നൂന് ശേഷം ഇദ്ഗാമും ബിലാഗുന്നയുടെ 2 അക്ഷരങ്ങളിൽപ്പെട്ട ലാമു വന്നിരിക്കുന്നു. സാക്കിനായ നൂനിനെ മണിക്കാതെ കൂട്ടിച്ചേർത്ത് ഓതണം. എങ്ങനെ? ഇല്ലം. നൂടെ ഇല്ലം, അത്രേ ഉള്ളൂ. ഇല്ലം എന്നില്ല കേട്ടോ, മണിക്കാൻ നിൽക്കരുത്. ഇല്ല, അത്രേ ഉള്ളൂ. ഇനി അത് കഴിഞ്ഞ് ഇല്ലം യുഅ്മിനു, അവിടെയും സാക്കിനായ മീമ് വരുന്നുണ്ട് അല്ലേ? സാക്കിനായ മീമ് ശേഷം ഏത് അക്ഷരം വന്നിരിക്കുന്നത്? യാ. നേരത്തെ പറഞ്ഞ അതേ സെയിം നിയമം തന്നെ. ഏതാ നിയമം? ഇൽഹാർ ഷഫവി. എന്തുകൊണ്ട്? ബായും മീമും അല്ലാത്ത അക്ഷരമാണ് വന്നിട്ടുള്ളത് അല്ലേ? നിയമം പറഞ്ഞു നോക്കാം. മീം സാക്കിൻ ഇൽഹാർ ഷഫവി. സാക്കിനായ മീമിന് ശേഷം ഇൽഹാർ ഷഫവിയുടെ 4 അക്ഷരമോ 26 അക്ഷരം, ബാമീം ഒഴികെയുള്ള ബാക്കി 26 അക്ഷരം, 26 അക്ഷരങ്ങളിൽപ്പെട്ട യാവ് വന്നതുകൊണ്ട് സാക്കിനായ മീമിനെ മണിക്കാതെ വ്യക്തമാക്കി ഓതണം. ഇല്ലം യു. ലം യു. ഇവിടെ വേറെ ശ്രദ്ധിച്ചു നോക്കിയേ, സാക്കിനായ മീമിന് ശേഷം യാവ് വന്നുകൊണ്ടാണ് ഇൽഹാർ ഷഫവി. നേരെ മറിച്ച് സാക്കിനായ നൂനിനോ തൻവീനോ ശേഷമാണ് യാവ് വരുന്നതെങ്കിലോ ഏതാ നിയമം? ശ്രദ്ധിക്കുക, സാക്കിനായ നൂനിനോ തൻവീനിനോ ശേഷമാണ് യാ വന്നിരുന്നതെങ്കിൽ ഏതാ നിയമം? ഇദ്ഗാമും ബിഗുന്ന. ഓക്കെ, അപ്പം ഇല്ലം യു അല്ലേ? അവിടെ വരെ എത്തി അല്ലേ? യുഅ്മിനു
യുഅ്മിനു എന്ന് പറയുമ്പോൾ എന്തെങ്കിലും നിയമമുണ്ടോ? യുഅ്മിനു ഏത് അക്ഷരത്തിന് ഹുറൂഫുൽ മദ് വന്നിട്ടുള്ളത്? മാഷാ അല്ലാ. ഏത് ഹുറൂഫുൽ മദ്ദാ വന്നിട്ടുള്ളത്? വെറും വാവ് എന്ന് പറയരുത് നമുക്ക്. ലമ്മിന് ശേഷം സുക്കൂനുള്ള വാവ് അങ്ങനെ തന്നെ പറഞ്ഞ് ശീലിക്കണം. ലമ്മിന് ശേഷം സുക്കൂനുള്ള വാവ് വന്നിട്ടുണ്ട്. എന്ത് ചെയ്യണം? എത്ര അലിഫ് നീട്ടണം? ഒരലിഫിൻ്റെ അളവ് നീട്ടണം. എങ്ങനെ? യുഅ്മിനു യുഅ്മിനു എന്ന് വേണം എഴുതാൻ, ഓതാൻ. അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് നിർത്താലേ നമുക്ക് ഈ ആയത്തുകൊണ്ട് കഴിഞ്ഞ് നിർത്താം. ബിഹാദ ബിഹാദ എന്ന് പറയുമ്പം ഹായിന് എന്തെങ്കിലും നിയമമുണ്ടോ? എന്ത്? ഹുറൂഫുൽ മദ് വന്നിട്ടുണ്ട്, ഒരലിഫിൻ്റെ അളവ് നീട്ടണം. എങ്ങനെ നിയമം പറയാ? സ്പീഡ് പറഞ്ഞോളൂ. ഹാ ഹർഫ് മദ്, ഫതഹിന് ശേഷം അലിഫ് വന്നിരിക്കുന്നു, ഒരലിഫിൻ്റെ അളവ് നീട്ടണം ഹാ. അത് കഴിഞ്ഞിട്ട് ബിഹാദൽ ഹദീഥി, അവിടെ നമ്മൾ ചേർത്തോതുമ്പം നീട്ടൂല, ബിഹാദാ നീട്ടൂല. അവിടെ നമ്മൾ നിർത്തുകയാണെങ്കിൽ എന്ത് ചെയ്യും? ബിഹാദാൽ നീട്ടി നിർത്തും അല്ലേ? ചേർത്തോതുമ്പോൾ ബിഹാദൽ എന്ന് ഓതണം. ഓക്കെ, ക്ലിയർ അല്ലേ? ബിഹാദൽ ഹദീഥി. ഹദീഥി എന്ന വാക്കിൽ എന്തെങ്കിലും നിയമമുണ്ടോ സാഹിബ്? ഹദീഥി എന്ന വാക്കിൽ ഇതിനകത്ത് എന്തെങ്കിലും നിയമമുണ്ടോ? ഹദീഥി എന്നുള്ള ഈ വാക്കിൽ നമ്മൾ പഠിച്ചതിന് നിയമമുണ്ടോ? ഇവിടെ ദീന് നീട്ടിയില്ലേ നമ്മൾ? എന്തുകൊണ്ട് നീട്ടിയത്? കസറിന് ശേഷം സുക്കൂനുള്ള യാ വന്നിട്ടുണ്ട്, ഹുറൂഫുൽ മദ് വന്നിട്ടുണ്ട് അല്ലേ? ഏത് ഹർഫ് മദ്ദ വന്നിട്ടുള്ളത് അവിടെ? ഹദീഥി എന്നുള്ളടത്ത് കസറിന് ശേഷം സുക്കൂനുള്ള യാ വന്നിട്ടുണ്ട്. ഒന്ന് നിയമം പറഞ്ഞു നോക്കിയേ. ദാൽ ഹർഫ് മദ്, കസറിന് ശേഷം സുക്കൂനുള്ള യാ വന്നിരിക്കുന്നു, ഒരലിഫിൻ്റെ അളവ് നീട്ടണം. ദീ, കുറേ നീട്ടരുത്, ഒറ്റലിഫ് ദീ. അത് കഴിഞ്ഞ് ഹദീഥി അസഫൻ എന്നാണ്. എന്താണ്? അസഫൻ. അവിടെ നമ്മൾ നിർത്താൻ ഉദ്ദേശിക്കുന്ന വാക്കിൻ്റെ അവസാനത്തെ അക്ഷരത്തിന് ഇരട്ട ഫതഹായതുകൊണ്ട് ഒരലിഫിൻ്റെ അളവ് നീട്ടി നിർത്തണം. ഇവിടെ നമ്മൾ നിയമം പറയണം. എങ്ങനെ നിയമം പറയുന്നറിയോ? നിർത്താൻ ഉദ്ദേശിക്കുന്ന വാക്കിൻ്റെ അവസാനത്തെ അക്ഷരമായ ഏതക്ഷരം? ത. ഇനി ഇരട്ട ഫതഹായതിനാൽ ഒരലിഫിൻ്റെ അളവ് നീട്ടി നിർത്തണം. ഫായാണ്, സായല്ല ഫ. ഫായ ആയതുകൊണ്ട്, ഫായിന് ഇരട്ട ഫതഹായതുകൊണ്ട് ഒരലിഫിൻ്റെ അളവ് നീട്ടി നിർത്തണം. അസഫ, അസഫ എന്നുള്ളിടത്ത് എങ്ങനെ ഓതണം? അസഫ എന്ന് ഓതണം. അത് നമ്മൾ ഒരു വട്ടം പറഞ്ഞതാണ്. രണ്ട് സുക്കൂനോട് ഒരുമിച്ച് വരുന്നതിൽ പ്രശ്നമായതുകൊണ്ട്. ബിഹാദാ എന്ന് നീട്ടുകയാണെങ്കിൽ അവിടെ അലിഫാണല്ലോ, അലിഫിന് ഹർക്കത്തില്ലാത്തതുകൊണ്ട് സുക്കൂന്. അത് കഴിഞ്ഞ് ല് എന്ന് പറയുമ്പോൾ അതിന് സുക്കൂന്, അങ്ങനെ സുക്കൂൻ വലിയ പ്രശ്നമാണ്. അതുകൊണ്ട് അലിഫിനെ എന്ത് ഒഴിവാക്കും? ബിഹാദൽ എന്നാക്കും. ഓക്കെ, ഇൻഷാ അല്ലാഹ്. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്. പറഞ്ഞ